ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നൂറേനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2 ദിവസം കണ്ടതാണ് ബിഗ് ബോസ് വീട്ടിൽ നൂതില ചെരുപ്പ് ഫാക്ടറി. ആ ഒരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡും ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വെറുതെ ഒരു വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, എന്തിനോ വേണ്ടി കളിക്കുന്നു, അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് എടുക്കാതെ എന്തിനോ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മുടെ അക്ബർ നൂറാണ് കേട്ടോ മാക്സിമം സ്ക്രീൻ സ്പേസ് എടുത്ത്. ഇവരുടെ വാലയിൽ തൂങ്ങി നിന്നല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസ് എടുക്കാനുള്ളൊരു ഇതവർ നോക്കിയില്ല, ട്രൈ ചെയ്തില്ല എന്നുള്ള വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബോറിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരമാണ് 2 പേര് തമ്മിലുള്ള തർക്കവും ബഹളവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൂറയാണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പരമ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. കഴിഞ്ഞ ദിവസത്തെ റിവ്യൂവിൽ ഞാനത് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഗെയിം കാണാൻ കൊള്ളാം, പക്ഷെ അത് നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്ന് ഗെയിമിൻ്റെ 3-ാം ദിവസമായിരുന്നു. അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് നിർത്തിയിട്ടോ. ഇന്നത്തെ എപ്പിസോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമായിട്ട് തന്നെ ആ ഒരു ഗെയിം എൻഡ് ചെയ്യുകയും ചെയ്തു. അതിന് ശേഷമുള്ളൊരു ഭാഗമാണ് എന്നെ കുറച്ചുകൂടിയും ഒരു താല്പര്യം, നൂറേനോട് ഒരു താല്പര്യം തോന്നാനായിട്ട് കാരണമായത്. എന്ന് വെച്ചാൽ നമ്മുടെ നൂറയുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കേട്ടോ നൂറ. എന്നിട്ട് നമ്മളെല്ലാവരും പറയുകയും ചെയ്തു ആദിലയുടെ വാലയിൽ തൂങ്ങിയിട്ടാണ് നൂറ നടക്കണേന്നുള്ള രീതിയിലുള്ള വരെ വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. പക്ഷേ നൂറ ശരിക്കും തകർക്കുകയാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ കോയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, നൂറയുടെ കയ്യിലുള്ള ആ ഒരു പവർ കാർഡ് പോവുകയും ചെയ്തു, നൂറ ഡയറക്റ്റ് നോമിനേഷനിലൊക്കെ ആവുകയും ചെയ്തു. ഇത്രയൊക്കെ നടന്നിട്ടും നൂറ ആ ഒരു ഗെയിമായിട്ട് തന്നെയാണ് എടുത്തത്, അല്ലാതെ ഒരു പേഴ്സണൽ റിവെഞ്ചോ. ഈ ഒനിയിലൊക്കെ മാക്സിമം നൂറേനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ അക്ബർ ആണെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നൂറ അതൊന്നും വക വയ്ക്കാതെ ഗെയിമായിട്ട് തന്നെ എടുത്ത്, അതേപോലെ തന്നെ അക്ബറും നൂറയും അവിടെ സൈഡിലിരുന്ന് ഈ ഒരു ഗെയിമിനെ പറ്റി സംസാരിക്കണതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. സാധാരണ ഒരു ഗെയിമിൽ ഒരാൾ തോറ്റ് കഴിയുമ്പോൾ ഒബ്വിയസ്ലി അവർക്കൊരു മറ്റേ ആളോട് എതിർ ടീമിനോട് ഒരു ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നൂറ അതൊന്നും കാണിച്ചില്ല, നല്ല രീതിക്ക് തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നൂറേനെ ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ട് നൂറ അതിലൊന്നും പതറിയില്ലാട്ടോ. നൂറ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചത്. ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണുന്നതാണ് നൂറയുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് നൂറ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത്. ട്രിഗർ ചെയ്യേണ്ട സ്ഥലത്ത് ട്രിഗർ ചെയ്തും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചൊക്കെ കുട്ടി മുന്നേറുന്നുണ്ട്. എന്തായാലും ഈ ഗെയിം അങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയാണ് നൂറ എന്തായാലും.